ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മറുടെ ഭാഗത്തു നിന്ന് അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് മോശം പ്രകടനം. അത് കഴിഞ്ഞ മത്സരത്തിൽ സംഭവിച്ചു. അതായത് നോവോ ഹൊറിസോണ്ടിനെതിരെയുള്ള മത്സരത്തിൽ തിളങ്ങാൻ നെയ്മർ ജൂനിയർക്ക് സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്കിൽ നിന്നാണ് എതിരാളികൾ ഒരു ഗോൾ കണ്ടെത്തിയത്. അത് മാറ്റി നിർത്തിയാലും നെയ്മർക്ക് പലയിടത്തും പിഴച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കണക്ക് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നെയ്മർ ജൂനിയർ ആഗ്രഹിക്കാത്ത ഒരു കണക്കാണ് അവിടെയുള്ളത്. അതായത് ഇത്തവണത്തെ പൗളിസ്റ്റ A1-ൽ ഏറ്റവും കൂടുതൽ തവണ ബോൾ നഷ്ടപ്പെടുത്തിയ താരം അത് നെയ്മർ ജൂനിയർ ആണ്. സോഫാ സ്കോറാണ് ഈ കണക്ക് പുറത്ത് വിട്ടിട്ടുള്ളത്. കഴിഞ്ഞ നോവോ ഹൊറിസോണ്ടിനെതിരെയുള്ള മത്സരത്തിൽ 33 തവണയാണ് നെയ്മറുടെ കൈവശം പന്ത് നഷ്ടമായത്. ഇത് വലിയ ഒരു കണക്ക് തന്നെയാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ തവണ പന്ത് നഷ്ടപ്പെടുത്തിയ താരം അത് നെയ്മർ ജൂനിയർ ആണ്. കഴിഞ്ഞ മത്സരത്തിൽ മാത്രമായിക്കൊണ്ട് 33 തവണ അദ്ദേഹത്തിൻ്റെ പക്കലിൽ നിന്നും പന്ത് നഷ്ടമായി എന്നുള്ളതാണ്. ഇത് ഒരിക്കലും നെയ്മർ ആഗ്രഹിക്കാത്ത ഒരു കണക്കാണ്. വളരെ അപൂർവമായി കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ 11 ഡ്രിബിളുകൾ നടത്താൻ നെയ്മർ ജൂനിയർ ശ്രമിച്ചു. പക്ഷെ അതിൽ 3 ഡ്രിബിളുകൾ മാത്രമാണ് സക്സസ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം പരാജയപ്പെടുകയായിരുന്നു. അങ്ങനെ മോശം പ്രകടനമാണ് കഴിഞ്ഞ മത്സരത്തിൽ നെയ്മർ ജൂനിയർ നടത്തിയിട്ടുള്ളത്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു നെയ്മർ ജൂനിയർ സ്റ്റാർട്ടിംഗ് 11ലേക്ക് തിരിച്ചെത്തിയത്. പക്ഷേ ഇതിൻ്റെ പേരിൽ നെയ്മർ ജൂനിയറെ ക്രൂശിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. കാരണം വളരെ അപൂർവമായി കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. തൊട്ടടുത്ത മത്സരങ്ങളിൽ നെയ്മർ ജൂനിയർ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് വിമർശകരുടെ വായടപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.